ഇന്ന് DNA ഒരു സ്പെഷ്യൽ ഷോയ്ക്ക് വേണ്ടിയാണ് നമ്മൾ ട്രിവാൻഡ്രത്ത് എത്തിയിരിക്കുന്നത്. എല്ലാ തിയേറ്ററിലാണ് എത്തിയിരിക്കുന്നത്. DNA റിലീസ് ചെയ്തത് 14th എല്ലാ ഓൾ ഓവർ കേരള പോലെ മറ്റ് സ്റ്റേറ്റുകളിലും DNA വളരെ നന്നായിട്ട് പോകുന്നു. നല്ല ഒപ്പീനിയനാണ്. സുരേഷ് ബാബുവിൻ്റെ നല്ല ടേക്കിങ്സും അതുപോലെ തന്നെ നല്ല മ്യൂസിക്, നല്ല എഡിറ്റിംഗ്, നല്ല ടെക്നിക്കലി വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ളൊരു സിനിമയാണ്. ക്രൈം ത്രില്ലറാണ്. അപ്പോൾ അതിൻ്റേതായ ചില നോർമലായിട്ടുള്ള കാര്യങ്ങൾ അതിനകത്തുണ്ടാവും. പക്ഷേ എങ്കിലും സസ്പെൻസ് ഒട്ടും കളയാതെ തന്നെ ലാസ്റ്റ് ഫ്രെയിം വരെ അത് കൊണ്ടുപോയിട്ടുണ്ട്. അപ്പം സുരേഷ് ബാബുവിൻ്റെ കൂടെ ഞാൻ ഒരുപാട് നാൾ കൂടിയാണ് സിനിമ ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങളുടെ കൂടെ അടുത്ത 2-3 പ്രോജക്റ്റുകൾ വരുന്നുണ്ട്. ഞാൻ ഹീറോ ആയിട്ടുള്ള പ്രോജക്റ്റിൽ വരുന്നുണ്ട്. അപ്പോൾ ഇതിലൊരു ക്യാമിയോ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഒരു സംഭവം ചെയ്തതാണ്. സന്തോഷമുണ്ട്. നമ്മളുടെ ഇൻട്രൊഡക്ഷന് തിയേറ്ററുകളിലെല്ലാം നല്ല കൈഡിയുണ്ടെന്നുള്ള ഇൻഫർമേഷൻ കിട്ടുന്നുണ്ട്. വളരെ സന്തോഷമുണ്ട്. എല്ലാവരും സിനിമ കാണുക, ഞങ്ങളെ എൻകറേജ് ചെയ്യുക. അതുകൊണ്ട് നമുക്ക് പുതിയ പടങ്ങളൊക്കെ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവും. സോ താങ്ക് യു സോ മച്ച്. ഇതല്ലാണ്ട് പുതിയ വർക്ക് ഇപ്പോൾ ഇറങ്ങാൻ പോകുന്നത് നമ്മുടെ ഒരു ജാതി ജാതകം, ഞാനും വിനീത് ശ്രീനിവാസനും കൂടെ ഉള്ളൊരു സിനിമയാണ്. അപ്പോൾ അതൊരു വേറൊരു ജോണിലുള്ള സിനിമയാണ്. അപ്പോൾ അതിനു മുമ്പ് മദനോത്സവമൊക്കെ ഇറങ്ങിയല്ലോ. അപ്പോൾ ആ ടൈപ്പ് ഒരു സിനിമയാണ്. ഇതൊരു ആക്ഷൻ സിനിമയാണ്. പിന്നെ ഞാനും സുരേഷ് ബാബും കൂടെ ഒരു ഫുൾ ആക്ഷൻ സിനിമ വരുന്നുണ്ട്. പിന്നെ 3-4 പ്രോജക്റ്റുകൾ തമിഴിലാണ് ഒരു പടം ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്. സത്യരാജിൻ്റെ കൂടെ ഒരു പടം ചെയ്യുന്നു. പിന്നെ വേറെ ഒരു വലിയ പടം ചെയ്യുന്നുണ്ട്. പിന്നെ മിക്കവാറും ലോകേഷിൻ്റെ പടത്തിലുണ്ട്. കുറേ പ്രോജക്റ്റുകൾ ഇപ്പോൾ ഉണ്ട്. എല്ലാം ഈ ഒരു 2-3 മാസത്തിനകം എല്ലാം ഫൈനലൈസ് ചെയ്യാം. താങ്ക് യു. അത് ഡയറക്റ്റ് ചെയ്യണമെങ്കിൽ നമുക്കൊരു എങ്ങനെ പോലും ഒരു 1 year സമയമെടുക്കും. അതിൻ്റെ കൂട്ടത്തിൽ നിൽക്കുന്നത് ആ ഒരു സമയം ഇപ്പം നമ്മുടെ കയ്യിലില്ല. പിന്നെ നമ്മുടെ കാസ്റ്റിങ്ങിനനുസരിച്ച് നിൽക്കുന്ന ഒരു പ്രൊഡ്യൂസറാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അല്ലാണ്ട് സാറ്റലൈറ്റ് റൈറ്റിൽ OTT റൈറ്റുള്ള ആളെ വെച്ചാൽ ഞങ്ങൾ പടം എടുക്കുമെന്ന് പറയുന്ന പ്രൊഡ്യൂസേഴ്സിനെ വെച്ച് എൻ്റെ പടം ചെയ്യാൻ പറ്റില്ല. കാരണം കാസ്റ്റിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ക്യാരക്ടർ അനുസരിച്ച് മാത്രമേ എനിക്ക് കാസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു ട്രഡീഷണൽ വേ ഓഫ് ഫിൽം മേക്കിംഗ് ആണ് എൻ്റെ ഉദ്ദേശം. അപ്പോൾ എല്ലാം കൂടെ ഒത്തുവരികയാണെങ്കിൽ മേ ബി ലേറ്റർ. താങ്ക് യു.